ഹലോ ഫ്രണ്ട്സ്, ലേൺ വൈസ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ദേവസാഗർ. BPAG 173 എന്ന കോഡുള്ള ഗവർണൻസ് എന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ യൂണിറ്റ് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ICT എന്താണെന്നും അതിന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഇൻഫർമേഷൻ സിസ്റ്റം എന്താണെന്നൊക്കെ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് യൂണിറ്റ് 2 ഗവർണൻസ് എന്താണ്, അതിന്റെ കോൺസെപ്റ്റ്, അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് യൂണിറ്റ് 2 പറയുന്നത്. യൂണിറ്റ് 2 എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമാണ് ഈ യൂണിറ്റ് 1 ആയാലും യൂണിറ്റ് 2 ആയാലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസിന്റെ ചെറിയൊരു ജിസ്റ്റിലേക്ക് പോവാം. കോൺസെപ്റ്റ് ഓഫ് ഗവർണൻസ്. ഗവർണൻസിന്റെ കോൺസെപ്റ്റ് എന്താണ്, അതായത് അതിന്റെ ഗവർണൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ മോഡൽസ് ഓഫ് ഗവർണൻസ്. ഗവർണൻസിന് സെർട്ടൈൻ മോഡൽസ് പറയപ്പെടുന്നുണ്ട്. 4 to 5 ടൈപ്സ് ഓഫ് മോഡൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ഗവർണൻസ്, അതായത് ഗവർണൻസിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ആവശ്യകതകളെ കുറിച്ചാണ് ആ സെഷനിൽ പറയുന്നത്. പിന്നെ ക്രിയേറ്റിംഗ് എ ഗുഡ് എൻവയോൺമെന്റ് ഫോർ ഗവർണൻസ്. ഏതൊരു കാര്യമായാലും അത് നമ്മൾ നർച്ചർ ചെയ്താൽ മാത്രമേ അത് വളരത്തുള്ളൂ. അതിന് പറ്റിയൊരു എക്കോസിസ്റ്റം അവിടെ ഉണ്ടാക്കി കൊടുക്കണം, ഒരു എൻവയോൺമെന്റ് അവിടെ ഉണ്ടാക്കി കൊടുക്കണം, ഒരു സപ്പോർട്ടിങ് സിസ്റ്റം വേണം. അതിനെ പറ്റിയാണ് നമ്മൾ ലാസ്റ്റ് സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം അല്ലെ. റീഇൻവെന്റിംഗ് ഗവൺമെന്റ് ഹാസ് ബീൻ എ ഡൊമിനന്റ് തീം സിൻസ് 1990s. 1990s ആണ് എന്താണ് ഗവൺമെന്റ്, അതായത് ICTന്റെ ഇന്റർവെൻഷൻ കൂടുതലായിട്ട് എവിഡന്റ് ആവാൻ തുടങ്ങിയത് 1990s. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ, അതായത് ഫസ്റ്റ് യൂണിറ്റിൽ ICTന്റെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു എമർജൻസ് ഓഫ് ഗവർണൻസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു അതിൽ. അപ്പം 1970s, അതായത് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലൂടെയാണ് ഇവിടെ ഒരു തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം NIC ഫോം ചെയ്തിട്ടുണ്ട് 1977. അതുപോലെ തന്നെ 1987 NIC NET കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ട ഏടുകളാണ് നമ്മുടെ ഒരു എവല്യൂഷനിലെ, ഗവർണൻസിന്റെ എവല്യൂഷനിലെ. അപ്പൊ 1990s കൂടുതലായിട്ട് ഇത് ഡൊമിനേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഗവർണൻസ്. പിന്നെ ഗവർണൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇംപ്രൂവിങ് ദ സിസ്റ്റം ഓഫ് പബ്ലിക് സർവീസ് ഡെലിവറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ICT. അതായത് ഗവൺമെന്റിലേക്ക് ഒരു ചേർക്കാണ്. എന്ന് പറയുന്നത് ഗവർണൻസ്, ഇലക്ട്രോണിക് ഗവർണൻസ്. അപ്പം ICTയും ഗവർണൻസ് കൂടി ക്ലബ് ചെയ്യുമ്പോൾ പബ്ലിക് സർവീസ് ഡെലിവറി കുറച്ചുകൂടി ഈസി ആവും, ആക്സസിബിൾ ആവും, കോസ്റ്റ് എഫിഷ്യന്റ് ആവും. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ കഫേസിലോ ഒക്കെ പോയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അല്ലാതെ വില്ലേജ് ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല, താലൂക്ക് ഓഫീസുകളിൽ പോകേണ്ട ആവശ്യമില്ല, പേപ്പർ വർക്ക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ അവിടെ റിഡ്യൂസ് ചെയ്യാണ്. നമ്മളെ ടൈം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കൺവീനിയൻസിൽ നമ്മളിപ്പോൾ അവിടെ പോകേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം. ഇതൊക്കെയാണ് ICT വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ. പിന്നെ ഗവർണൻസ് സിംപ്ലി മീൻസ് ദ മൂവ് ടുവേർഡ്സ് സ്മാർട്ട് ഗവർണൻസ്. ഗവർണൻസ് എന്ന് പറയുന്നത് സ്മാർട്ട് ആവുകയാണ്. നമ്മളെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺസ് ഉണ്ട്. നമ്മൾ സ്മാർട്ടായി, അപ്പം ഗവൺമെന്റ് സ്മാർട്ട് ആവാൻ പോവാണ്. ഈ സ്മാർട്ട് എന്ന് പറയുന്നത് ഒരു ന്യൂമോണിക്സ് ആണ്. അതിനെപ്പറ്റി നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് നോക്കാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ററാക്ഷൻസ്, അതായത് ഗവൺമെന്റ് ഇന്ററാക്ഷൻസിനെ പറ്റി നമ്മൾ നോക്കണം ഗവർണൻസിന്റെ കാര്യം പറയാം. പക്ഷെ ഇത് മെയിൻ ആയിട്ട് ഇഗ്നു നോട്ട്സിലൊന്നും മെൻഷൻ ചെയ്തില്ല. പക്ഷെ നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും വേണം. G2C, G2B, G2G, അതുപോലെ തന്നെ G2E, 4 ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻസിനെ പറ്റി പറയുന്നുണ്ട്. G2C എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ടു സിറ്റിസൺ, അതായത് ഗവൺമെന്റ് നിന്ന് സിറ്റിസണിലേക്കുള്ള ഇന്ററാക്ഷൻ. ഗവർണൻസ് വന്ന ശേഷം നമുക്ക് എന്തായി കുറച്ചുകൂടി എളുപ്പമായി. ആധാറിന്റെ അപ്ഡേഷൻ ആയാലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കാനൊക്കെ ആയാലും കുറച്ചുകൂടി എളുപ്പമായി. അപ്പം ഗവൺമെന്റ് ടു സിറ്റിസൺ സർവീസ് കുറച്ചുകൂടി ഈസിയായി, ആക്സസിബിൾ ആയി. പിന്നെ വരുന്നത് G2B, ഗവൺമെന്റ് ടു ബിസിനസ് സർവീസ്. അപ്പം ഗവൺമെന്റ് ടു ബിസിനസ് സർവീസ് എന്ന് പറയുമ്പം ഇതിന്റെ മുന്നേ വളരെ റിജിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രൊസീജിയേഴ്സും റൂൾസും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ റെഡ് ടാപ്പിസം ഇവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം റെഡ് ടാപ്പിസം ഉണ്ടാകുമ്പോൾ അവിടെ കറപ്ഷൻ ഉണ്ടാവും. മെല്ലപ്പോക്കായിരിക്കും അവിടെ പ്രൊസീജിയേഴ്സ് ഒക്കെ, കാലതാമസം വളരെ എടുക്കും. അപ്പം നമ്മള് ബിസിനസ്സുകാര് ബ്രൈബറി കൊടുക്കും, അതൊന്ന് സ്പീഡപ്പ് ആകാൻ. അപ്പൊ അവിടെ കറപ്ഷൻ ഉണ്ടാവും. അപ്പം G2B കറപ്ഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. പിന്നെ G2G, ഗവൺമെന്റ് ടു ഗവൺമെന്റ്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ടു സെൻട്രൽ ഗവൺമെന്റ്,
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെയാണ് G2G, ഗവൺമെന്റ് ടു ഗവൺമെന്റ്. പിന്നെ വരുന്നത് ഗവൺമെന്റ് ടു എംപ്ലോയി ആണ്. എംപ്ലോയി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓഫീസിൽ ജീവനക്കാരൻ, ഇപ്പം ഗവൺമെന്റ് ടു എംപ്ലോയി ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഈ സാലറി ഒക്കെ ഉണ്ടാവുമല്ലോ, പേറോൾ അക്കൗണ്ടിങ് ഒക്കെ ICT വഴി പ്രോസസ് ചെയ്യും. അതാണ് അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പം 4 ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഒന്ന് ഫീഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. പിന്നെ കോൺസെപ്റ്റ് ഓഫ് ഗവർണൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്മാർട്ട് ആവുകയാണ്, സ്മാർട്ട് ഗവർണൻസ് ആണ്. ആ സ്മാർട്ട് എന്ന് പറയുന്നത് ഒരു ന്യൂമോണിക് ആണ്. സിമ്പിൾ, മോറൽ, അക്കൗണ്ടബിൾ, റെസ്പോൺസീവ്, ട്രാൻസ്പെറന്റ്, ഈ വേർഡ്സ് ഒക്കെ ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സിമ്പിൾ എന്ന് പറയുമ്പോൾ യൂസർ ഫ്രണ്ട്ലി ഗവൺമെന്റ് ആൻഡ് അവോയ്ഡിങ് കോംപ്ലക്സ് പ്രോസസ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ് ഒക്കെ മാറ്റുവാണ്. ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഡോക്യുമെന്റ് ആയിട്ട് ഇവിടെ പോകേണ്ടി വരും, അവിടെ പോകേണ്ടി വരും, ആ സാറിനെ കാണും, ഈ സാറിനെ കാണുന്ന വേണ്ടി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. നമുക്ക് ഭയങ്കര ടൈം കൺസ്യൂമിങ്ങും ആയിരിക്കും. ഇതിപ്പം ഗവർണൻസ് വന്നതോടുകൂടി കുറച്ചുകൂടി എളുപ്പത്തിലായല്ലോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്ഷയ കേന്ദ്രത്തിലോ അതോ ഫോണിൽ കൂടിയോ കഫേയിലൊക്കെ പോയിട്ട് പെട്ടെന്ന് ചെയ്യാം. അതാണ് സിമ്പിൾ. പിന്നെ മോറലായി, ടെക്നോളജി ഇന്റർവെൻഷൻസ് ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി ഓഫ് ആന്റി കറപ്ഷൻ ഏജൻസീസ് ലൈക്ക് പോലീസ്, ജുഡീഷ്യറി എക്സെട്ര. അതായത് കുറച്ചുകൂടി മോറലായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി ഗവൺമെന്റ്. ഒരു കള്ളത്തരങ്ങളൊന്നും ഇല്ല. കള്ളത്തരങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് പിടിക്കപ്പെടുന്നുണ്ട്. അതായത് ഈ ആന്റി കറപ്ഷൻ ഏജൻസീസ് ലൈക്ക് പോലീസ്, ജുഡീഷ്യറി, അവർക്കൊക്കെ കുറച്ചുകൂടി ആക്സസിബിൾ ആണ് ഡാറ്റ. ഈ ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിലെന്തെങ്കിലും തിരിമറികൾ ഉണ്ടോന്നൊക്കെ പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ ഇലക്ട്രൽ ബോണ്ട് സ്കാം ഒക്കെ കണ്ടിട്ടുണ്ടായില്ലേ, SBIക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, നിർബന്ധിത ആകേണ്ടി വന്നു, അത് പുറത്തുവിടാം ഇൻഫർമേഷൻസ്. അത് ജുഡീഷ്യറി ആണ് പറയുന്നത്. ഇന്ന ഡേറ്റിനുള്ളിൽ അവിടെ ആ ഒരു ഡാറ്റ SBIന്റെ വെബ്സൈറ്റിൽ വന്നിരിക്കണം എന്ന് പറയുന്നുണ്ട് ജുഡീഷ്യറി. അപ്പൊ അതിലൂടെ നമ്മൾ എന്താണ് മോണിറ്റർ ചെയ്തിട്ട് മനസ്സിലാക്കി അവിടെ ഒരു സ്കാം നടന്നിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടി മോറൽ ആവും ഗവർണൻസ് അവിടെ എസ്റ്റാബ്ലിഷ് ആകുമ്പോൾ. പിന്നെ അക്കൗണ്ടബിൾ ആവും, കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവും. നമുക്ക് ഒരു ഉത്തരവാദിത്വം ഗവൺമെന്റിൽ ഉണ്ടാവും. ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ ഒന്നും ചെയ്യാതെ നിന്നാല് അവർക്ക് തന്നെ ദോഷമായിട്ട് വരും അവർക്ക് മനസ്സിലാക്കി. ഇംപ്ലിമെന്റേഷൻസ് ഓഫ് പെർഫോമൻസ് മെഷർമെന്റ് മെക്കാനിസം മെയ്ഡ് ഗവൺമെന്റ് ആൻഡ് പബ്ലിക് ഓഫീസ് മോർ അക്കൗണ്ടബിൾ ടു പീപ്പിൾ. എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം അവർക്ക് നമ്മളോട് ചെയ്ത് തരേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് എന്തായാലും ചെയ്ത് തരിക തന്നെ വേണം. അതിലൊരു ഒഴിവ് പറയാനാവില്ല. അപ്പം കുറച്ചുകൂടി അവർക്കൊരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ റെസ്പോൺസീവ്, സ്പീഡ് അപ്പ് ദ പ്രോസസ്, അതായത് സർവീസ് ഡെലിവറി. അതായത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സർവീസുകളൊക്കെ കിട്ടാൻ തുടങ്ങിയല്ലോ. അല്ലെങ്കിൽ കുറെ കാലതാമസങ്ങൾ ഉണ്ടാവും, ഈ കൈക്കൂലി കൊടുക്കേണ്ടി വരും സ്പീഡപ്പ് ആക്കാൻ, അതൊക്കെ മാറി. പിന്നെ വരുന്നത് ട്രാൻസ്പെറൻസി കൂടി. അതായത് എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ വെബ്സൈറ്റിലും അതുപോലെ തന്നെ അവരുടെ പോർട്ടൽസിലും ഒക്കെ ഇടുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇന്ന മിനിസ്ട്രി അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇന്ന കാര്യങ്ങളിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ, സർക്കുലേഴ്സ്, റൂൾസ്, ആക്ട്സ് എല്ലാം അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ സ്മാർട്ട് ഗവർണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സ്മാർട്ട് ഗവർണൻസ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ഇംപ്രൂവിങ് ദ ഇന്റേണൽ ഓർഗനൈസേഷണൽ പ്രോസസ് ഓഫ് ഗവൺമെന്റ്. അവിടെ ഉള്ളിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ന കാര്യം ഇന്ന ടൈമിൽ ചെയ്യണം എന്നുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു സ്ട്രീം അവിടെ ഡെവലപ്പ് ചെയ്യും. നല്ല രീതിക്ക് കാര്യങ്ങളൊക്കെ പോകും. പിന്നെ പ്രൊവൈഡിങ് ബെറ്റർ ഇൻഫർമേഷൻ ആൻഡ് സർവീസ് ഡെലിവറി ആക്സസിബിൾ ആവും, എളുപ്പമാവും, ബെറ്റർ ആവും എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ ട്രാൻസ്പെറൻസി, റിഡ്യൂസ് കറപ്ഷൻ, അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി കൂട്ടും. പിന്നെ പ്രൊമോട്ടിംഗ് ഡെമോക്രാറ്റിക് പ്രാക്ടീസസ് ത്രൂ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് കൺസൾട്ടേഷൻ. അതായത് പബ്ലിക്കിന്റെ പാർട്ടിസിപ്പേഷൻ കുറച്ചുകൂടി കൂടും. നമുക്ക് അറിയാം, നമ്മൾ വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇവാലുവേഷൻ പിന്നെ ഫീഡ്ബാക്ക് ആയിട്ട് ഗവൺമെന്റിന് തന്നെ പോകും. ഏതിലൂടെ? നമ്മൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നതിലൂടെ. അപ്പൊ ഇതൊക്കെയാണ് ഗവർണൻസിന്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ സ്മാർട്ട് എന്താണെന്ന് മനസ്സിലായി. പിന്നെ ജസ്റ്റ് നോക്കാം ഗവർണൻസ് ആൻഡ് ഗവൺമെന്റ്. അതായത് ഗവർണൻസും ഗവൺമെന്റും തമ്മിലുള്ള ജസ്റ്റ് ഒരു ഡിസ്റ്റിങ്ഷൻ ആണ് ഇവിടെ പറയുന്നത്. അക്കോർഡിംഗ് ടു തോമസ് ബി റിലി, എങ്ങനെ വേണം നിങ്ങൾക്ക് പ്രൊണൗൺസ് ചെയ്യാം, അതല്ലാലോ ഇവിടുത്തെ പ്രസക്തി. അപ്പം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നോക്കാം. ഗവൺമെന്റ് ആൻഡ് ഗവർണൻസ് ആർ ബോത്ത് അബൌട്ട് ഗെറ്റിംഗ് ദ കൺസെന്റ് ആൻഡ് കോപ്പറേഷൻ ഓഫ് ദ ഗവേൺഡ്.
അതായത് ഗവൺമെന്റ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഗവർണൻസ് എന്ന് പറയുന്നതും സെയിം എൻറ്റിറ്റി ആണ്. പക്ഷെ അവിടെ ഗവേൺഡ്, അതായത് പീപ്പിളിന്റെ കൺസെന്റും കോപ്പറേഷനും കിട്ടുമ്പോഴാണ് അതിനെ ഗവൺമെന്റ് അഥവാ ഗവർണൻസ് എന്ന് പറയുന്നത്. അല്ലാണ്ടും നമുക്ക് ഭരിക്കുന്നുണ്ട്, മൊണാർക്കി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പീപ്പിളിന്റെ കോപ്പറേഷൻ എന്ന് പറയുന്നത് കോഴ്സീവ്, പക്ഷെ ഇവിടെ കൺസെന്റ് കൊടുക്കുന്നുണ്ട്. അതായത് ജോൺ ലോക്കിന്റെ മറ്റേ ട്രസ്റ്റിഷിപ്പ് മോഡലൊക്കെ തന്നെയാണ്. പീപ്പിളിന്റെ കൺസെന്റോട് കൂടി നമ്മൾ ഭരിക്കുക. അവര് ഭരിക്കുന്ന അപ്പാർട്ടസ് ആണ്, അല്ലെങ്കിൽ ഒരു ഫോർമൽ സ്ട്രക്ചർ ആണ് ഗവൺമെന്റ്. ആ ഭരണമാണ് ഗവർണൻസ്. അത് ഇവിടെ പറയുന്നുണ്ട്. ഗവൺമെന്റും ഗവർണൻസും തമ്മിലെ ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോർമൽ സ്ട്രക്ചർ ഓർ എ ബോഡി ഹോൾസ് പൊളിറ്റിക്കൽ പവർ. ഗവൺമെന്റ് എന്ന് പറയുന്നത് മിയർ ഒരു ബോഡിയാണ്. ഒരു ഫോർമൽ ബോഡി അവിടെ ഉണ്ട്, ഒരു ഫോർമൽ സ്ട്രക്ചർ അവിടെ ഉണ്ട്. അതാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. മന്ത്രിമാരും ബ്യൂറോക്രാറ്റ്സ് ഇറങ്ങിയ ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ട്. ജസ്റ്റ് സ്ട്രക്ചർ ആണത്. ഗവർണൻസ് എന്ന് പറയുന്നത് എന്താണ്? ഗവർണൻസ് ഈസ് ദ ഔട്ട്കം ഓഫ് ദ ആക്ഷൻ ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റ് എന്തെല്ലാം ചെയ്യുന്നുണ്ട് അതിന്റെ ആക്ഷൻസ്, അത് പീപ്പിളിന്റെ വെൽഫെയറിന് വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിലാണ്. ഫെസിലിറ്റേറ്റിംഗ് ദ ലൈഫ് ഓഫ് പീപ്പിൾ, അവിടെയാണ് ഗവർണൻസ് എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ ആക്ഷൻ ആണ് എന്ത് ഗവർണൻസ് ആയിട്ട് മാറുന്നത്. പിന്നെ ഇൻ 1989 concept of governance was first highlighted in World Bank report on Sub-Saharan Africa. അതായത് ജസ്റ്റ് ഒരു ജനറൽ നോളജ് ആണിത്. നമുക്ക് അധിക പേപ്പറുകളിലൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കോമ്പറ്റേറ്റീവ് എക്സാംസ്, നെറ്റ്, അതുപോലെ തന്നെ PG CUET അതിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. ഗവർണൻസ് എന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് എവിടുന്നാണ് എമേർജ് ചെയ്യുന്നത്? അത് വേൾഡ് ബാങ്ക് റിപ്പോർട്ടിലാണ് ഫസ്റ്റ് ആയിട്ട് അത് എമേർജ് ചെയ്യുന്നത് 1989. ജസ്റ്റ് അവിടെ കൊടുത്തേ ഉള്ളൂ. ഈ ഗവർണൻസ് ഈസ് ദ യൂസിംഗ് ഓഫ് ICT ടു ഇൻവോൾവ് മൾട്ടി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇൻ മേക്കിംഗ് ഗവൺമെന്റ് ഓപ്പൺ ആൻഡ് അക്കൗണ്ടബിൾ. അപ്പം പറഞ്ഞല്ലോ, ഈ ഗവർണൻസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് ഗവർണൻസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ അതിൽ നിന്ന് ഇവോൾവ് ചെയ്ത് പല പല ഐഡിയാസ് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗവർണൻസിലൂടെ നമുക്ക് ഇൻഫർമേഷൻ പെട്ടെന്ന് ആക്സസിബിൾ ആയി. അതൊരു മെയിൻ പോയിന്റ് ആണ്. ആ ഇൻഫർമേഷനിൽ കൂടെ നമുക്ക് തന്നെ ഒരു പ്രോഗ്രസ് ഉണ്ടാവണം. ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? മോണിറ്റർ ചെയ്യാം. മോണിറ്ററിങ് ആൻഡ് ഇവാലുവേറ്റിംഗ്, അതായത് ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. അവരെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. ആ ജഡ്ജ്മെന്റ് ലേറ്റർ ഓൺ നമുക്കൊരു ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റും. എങ്ങനെ? എലക്ഷൻസിലൂടെ. അപ്പൊ നമുക്ക് അവിടെ ഡിസിഷൻ മേക്കിംഗിൽ ഒരു നമ്മളൊരു പാർട്ട് ആവുകയാണ്. ഓക്കെ, ഈ ഗവർണൻസിന്റെ ഇൻട്രൊഡക്ഷന് ശേഷം നമ്മളും ഡിസിഷൻ മേക്കിംഗിൽ ഒരു പാർട്ട് ആവുകയാണ്. ഒരു പാർട്ടിസിപ്പേഷൻ നമുക്കും കിട്ടുവാണ്. നമുക്കൊരു വോയിസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് പാർട്ട് നോക്കാം. മോഡൽസ് ഓഫ് ഇ ഗവർണൻസ്. ഇ ഗവർണൻസിന്റെ മോഡൽസിനെ പറ്റി പറയുന്നുണ്ട് ഡോക്ടർ ആരി ഹലാഷ്മി ഇൻ ഹിസ് പേപ്പർ നെയിംലി ഇ ഗവൺമെന്റ് തിയറി ആൻഡ് പ്രാക്ടീസ് ഹാസ് ഗിവൺ 5 ഇമ്പോർട്ടന്റ് മോഡൽസ് ഓഫ് ഇ ഗവർണൻസ്. ഒരു 5 മോഡൽസിനെ പറ്റി പറയുന്നുണ്ട് ഈ ഗവർണൻസിന്റെ. ഫസ്റ്റ് വൺ ദ ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ, സെക്കൻഡ് വൺ ദ ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ, തേർഡ് വൺ ദ കമ്പാരറ്റീവ് അനാലിസിസ് മോഡൽ, ദ ഫോർത്ത് വൺ ദ അഡ്വക്കേസി മൊബിലൈസേഷൻ ആൻഡ് ലോബിയിങ് മോഡൽ, അതുപോലെ തന്നെ അവസാനത്തത് ദ ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ. ഈ 5 മോഡൽ എന്ന് പറയുന്ന ഈ പേരുകൾ പറയുന്നത് പോലെ തന്നെ സാമ്യമുള്ള മോഡൽസ് ആണ്. ഈ അഡ്വക്കേസി, മൊബിലൈസേഷൻ, ലോബിയിങ് മോഡൽ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരു 5 മോഡൽസിനെ പറ്റിയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് മോഡൽ നമുക്ക് നോക്കാം, ദ ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ. ആ പേര് പറയുന്ന പോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. നമ്മളിപ്പം വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ഒക്കെ അയക്കുമല്ലോ, അതേ പ്രോസസ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഡിസമിനേഷൻ അല്ലെങ്കിൽ ഡിസമിനേറ്റിംഗ് യൂസ്ഫുൾ ഗവർണൻസ് ഇൻഫർമേഷൻ ടു പബ്ലിക് വിയ ICT. ICTയിലൂടെ എല്ലാ വിവരങ്ങളും അതിലെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ മിനിസ്ട്രി ഒക്കെ ആണെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രികളുടെയും വെബ്സൈറ്റിലും പോർട്ടൽസിലും ഒക്കെ ഇൻഫർമേഷൻ കൊടുക്കും. അവിടെ എൻറോൾ ചെയ്യപ്പെടും ഇൻഫർമേഷൻ. ആ ഡിസമിനേഷനെയാണ് ഈ ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ എന്ന് വിളിക്കുന്നത്. ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിലൂടെ നമ്മളെ സിറ്റിസൺ, അതായത് നമ്മളെല്ലാവരും വെൽ ഇൻഫോംഡ് ആയിരിക്കും. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലൂടെ, അതുപോലെ തന്നെ പോളിസീസ്, ആക്ട്സ്, എല്ലാത്തിനെ പറ്റിയും വെൽ അവെയർ ആയിരിക്കും, വെൽ ഇൻഫോംഡ് ആയിരിക്കും. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഈ മോഡലിന്റെ ബെനിഫിറ്റ് അതാണ്. ഇൻഫോംഡ് സിറ്റിസൺ ഈസ് ഏബിൾ ടു ജഡ്ജ് ദ ഗവൺമെന്റ് ആക്ടിവിറ്റീസ് ആൻഡ് ദെയർ ഫങ്ഷൻ. ഈ ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആകുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവും ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്,
അവർ ഇന്ന റിപ്പോർട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്, എന്താണ് അതിന്റെ ഉള്ളടക്കം എന്നൊക്കെ നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് ഗവൺമെന്റിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓരോ കമ്മിറ്റിയെ മോണിറ്റർ ചെയ്യാൻ പറ്റും, ഓരോ ഡിപ്പാർട്ട്മെന്റിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഈ ഓൾ ഇൻഫോംസ് ലൈക്ക് ദ റിപ്പോർട്ട്സ് ഓഫ് കമ്മീഷൻസ് ആൻഡ് ദർ, അതായത് പലതരം കമ്മീഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പം എന്താണ് പഞ്ചായത്ത് രാജിന്റെ മേലെ പലതരം കമ്മീഷൻസ് ഉണ്ടായിരുന്നു. ബൽവന്ത് റായ് മേത്ത, അശോക് മേത്ത, തുങ്കൻ കമ്മിറ്റി, അങ്ങനെ പല പല കമ്മിറ്റീസ് ഉണ്ട്. അപ്പൊ അവരുടെ കമ്മിറ്റീസിന്റെ ഒക്കെ റിപ്പോർട്ട് നമുക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യും, എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. എല്ലാവർക്കും എത്തിക്കാൻ ശ്രമിക്കുക ICT മുഖേന. അതിപ്പോ ഫോണിൽ കൂടെ എന്തെങ്കിലും മെസ്സേജ് അയക്കുന്നതൊക്കെ ആവാം. ഈ RBIന്റെ മെസ്സേജ് ഒക്കെ വരുന്നത് കാണുന്നില്ലേ, എല്ലാവർക്കും എത്തുന്നുണ്ട്, എല്ലാ സിറ്റിസണിനും എത്തുന്നുണ്ട്. അതായത് ഫ്രോഡ് കോൾസ് ഒക്കെ വരുന്നതായിട്ട് അതും ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ തന്നെയാണ്. ഇനി അടുത്ത മോഡലിലേക്ക് പോവാം, ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ. നേരത്തെ RBIന്റെ മെസ്സേജിന്റെ കാര്യം പറഞ്ഞ്, പക്ഷെ അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ളതാണ് ഈ ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ. അതെന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഇവിടെ എന്താണ്, ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും എത്തിക്കും. നേരത്തെ ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ എന്ന് പറയുന്നത് ഓൾ സിറ്റിസണിന് ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ്. പക്ഷെ ഈ ക്രിട്ടിക്കൽ ഫ്ലോ മോഡലിന്റെയും ബ്രോഡ്കാസ്റ്റിംഗിന്റെയും പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഈ ടാർഗറ്റഡ് ഓഡിയൻസിന്റെ ആണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ടാർഗറ്റ് ഓഡിയൻസ് ഈസ് ദ അൺലൈക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ ഇൻസ്റ്റന്റ്ലി ട്രാൻസ്ഫോമിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ഫറിംഗ് ദ ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻ ടു ഇറ്റ്സ് സ്ട്രാറ്റജിക് യൂസർ ഗ്രൂപ്പ് ലൊക്കേറ്റഡ് എനിവർ. ഇവിടെ എവിടെയെങ്കിലും നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ഇൻഫോർമേഷൻ എത്തിക്കണം, ഒരു ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻ. അത് അത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ. പക്ഷെ ബ്രോഡ്കാസ്റ്റിംഗിലൂടെ അത് എപ്പം വേണമെങ്കിലും എത്തിക്കാം, അതിനൊരു ടൈം ഫ്രെയിം ഇല്ല. പക്ഷെ ഇത് പെട്ടെന്ന് എത്തിക്കേണ്ട ഒരു സാധനമാണ്. ഈ എമർജൻസി അലേർട്സ് ഒക്കെ പോലെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സെൻഡിങ് ഡിസാസ്റ്റർ അലേർട്സ് ടു ദ പീപ്പിൾ ഓഫ് വൾനറബിൾ ഏരിയാസ് വിയ SMS നമുക്ക് ഫോണിലേക്ക് വരും. ഫ്ലഡിന്റെ അല്ല, ഒരു സൈക്ലോൺ വരുന്നതോ അല്ലെങ്കിൽ ഒരു തണ്ടർ സ്റ്റോം ഉണ്ടാവും, അതിന്റെ ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം പോലെ ഒരു മെസ്സേജ് നമുക്ക് വരും. ഹെവി റെയിൻഫാൾ വരുമ്പോൾ ഇത് മെയിൻലി നമ്മൾ ഡൽഹി ഭാഗത്തൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് എനിക്കൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ഒരു മെസ്സേജ് ആയിരുന്നു. ഈ സൈക്ലോണിന്റെ തണ്ടർ സ്റ്റോമിന്റെ ഒക്കെ മെസ്സേജസ് ഇങ്ങനെ വരും. അതാണ് ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ എന്ന് പറയുന്നത്. ഒരു ടാർഗറ്റഡ് ഓഡിയൻസിന് അവിടെ യഥാസമയം എത്തിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമ്മളെ എന്താണ് ഇൻഫർമേഷൻ മാത്രമല്ല പാസ് ചെയ്യുന്നത്, അവിടെ നമുക്കൊരു പ്രൊട്ടക്ഷൻ കൂടെ കിട്ടുന്നുണ്ട്. ഒരു ഇൻഫർമേഷൻ സമയത്ത് അവിടെ എത്തുന്നതോടുകൂടെ നമുക്ക് കുറച്ചുകൂടി കോഷ്യസ് ആയിട്ട് അവിടെ ഇരിക്കാൻ പറ്റും. നമ്മുടെ ജീവന് തന്നെ കുറച്ചുകൂടി സെക്യൂരിറ്റി അതിന് നൽകാൻ പറ്റും. അതാണ് ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ എന്ന് പറയുന്നത്. പിന്നെ ദ കമ്പാരറ്റീവ് അനാലിസിസ് മോഡൽ. അത് കമ്പാരറ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്യുന്നതാണ്. ഹൈലി സിഗ്നിഫിക്കൻറ്റ് മോഡൽ ഫോർ ഡെവലപ്പിംഗ് കൺട്രീസിന് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഇതെന്ന് പറയുന്നത്. കമ്പാരിസൺ വിൽ ഹെൽപ്പ് ടു അനലൈസ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസന്റ്. പാസ്റ്റിന്റെയും പ്രസന്റിന്റെ ഒരു അനലൈസ് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യണം. ഇന്നലെ ഇത്ര നമ്മൾ പ്രോഗ്രസ് ചെയ്തു, ഇന്ന് ഇത്ര പ്രോഗ്രസ് ആയി. അപ്പൊ നമുക്കൊരു കമ്പാരിസൺ വേണമെങ്കിൽ ഒരു ബേസ് ഇയറിന്റെ ഡാറ്റയും വേണം, അതുപോലെ തന്നെ റെഫറൻസ് ഇയറിന്റെ ഡാറ്റയും വേണം. അത് തമ്മിൽ കമ്പയർ ചെയ്താൽ അറിയാം എത്ര പ്രോഗ്രസ് അവിടെ ഉണ്ടായിരുന്നു. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, SDG ഇൻഡെക്സ്, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ബൈ നീതി ആയോഗ് ഹെൽപ്സ് ടു മെഷർ ആൻഡ് ട്രാക്ക് ഇന്ത്യസ് പ്രോഗ്രസ് ടുവേർഡ്സ് SDG സെറ്റ് ബൈ UN ഇനീഷ്യേറ്റീവ്. അതിലേക്കൊന്നും കൂടുതൽ പോകണ്ട. കേരള ആൻഡ് ഉത്തരാഖണ്ഡ് ഈസ് ഓൺ ടോപ്പ്. അതായത് SDG റിപ്പോർട്ട് വന്നപ്പോൾ, അതായത് നീതി ആയോഗാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം വന്നപ്പം കേരള ടോപ്പിൽ വന്നിട്ടുണ്ടായി. കേരളയും ഉത്തരാഖണ്ഡ് അതുപോലെ തന്നെ ജാർഖണ്ഡും ബീഹാർ ഏറ്റവും ലോ റാങ്കിങ്ങിലാണ്. അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഓരോ സ്റ്റേറ്റിന്റെയും പ്രോഗ്രസ് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തപ്പം കേരള ടോപ്പിൽ വന്നിട്ടുണ്ടായി, UP ആണ് ഏറ്റവും ലാസ്റ്റിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സെറ്റിംഗ്സിലൂടെ, ഈ ഒരു കമ്പാരറ്റീവ് അനാലിസിസിലൂടെ നമുക്ക് ഓരോ സ്റ്റേറ്റിന്റെയും പ്രോഗ്രസ് മനസ്സിലാക്കാം. ജസ്റ്റ് ഈ മോഡൽ എന്താന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ദി സെറ്റിംഗ് ഹെൽപ് ടു അസസ് ദ പ്രോഗ്രസ് അറ്റൈൻഡ് ബൈ എക്സാമിൻ ബേസ് ഇയർ ആൻഡ് റെഫറൻസ് ഇയർ. കഴിഞ്ഞ കൊല്ലത്തെയും ഈ കൊല്ലത്തെയും ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അവിടെ പ്രോഗ്രഷനാണോ ഉണ്ടായ, അല്ലെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണോ, പ്ലസ് ആണോ മൈനസ് ആണോ, അവിടെ മെട്രിക്കൽ വാല്യൂസിൽ ഉണ്ടായ മാറ്റം എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതാണ് ഈ കമ്പാരറ്റീവ് അനാലിസിസ് മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ നോക്കാം, ദ അഡ്വക്കേസി മൊബിലൈസേഷൻ ആൻഡ് ലോബിങ് മോഡൽ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ജസ്റ്റ് നോക്കാം. സ്ട്രോങ് വിർച്വൽ കമ്മ്യൂണിറ്റീസ് ഫോംഡ് ഹു ഷെയർ സിമിലർ വാല്യൂസ് ആൻഡ് കൺസേൺസ്
അതായത് ഒരു വിർച്വൽ കമ്മ്യൂണിറ്റിയാണ്. മെയിൻ ആയിട്ട് ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഐ സി ടി ഒക്കെ വന്നതിന് ശേഷം നമ്മൾ ഓരോ ക്യാമ്പയിൻസ് ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുമല്ലോ. നമ്മുടെ വോയിസ് അതിലൂടെ നമ്മൾ റേസ് ചെയ്യും. ഇറ്റ് അഡ്വക്കേറ്റ്സ് ടു ഇൻഫ്ലുവൻസ് ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ഡിസിഷൻസ്. അത് ഗവൺമെന്റ് പോളിസീസിനെയും ഡിസിഷൻസിനെയും ഒക്കെ ഒന്ന് ചാലഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫോർമുലേറ്റ് ചെയ്യാനോ റിഫോർമേഷനോ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാമ്പയിൻസ് ഒക്കെ നടത്താറുള്ളതല്ലേ. ഫോർ എക്സാമ്പിൾ ദ ഓൺലൈൻ പെറ്റീഷൻസ് ഒക്കെ നമ്മളിപ്പോ കണ്ടമാനം കാണുന്നുണ്ട്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മുല്ലപ്പെരിയാർ ഡീകമ്മീഷന് വേണ്ടിയിട്ട് മറ്റേ ഓൺലൈൻ സൈൻഡ് പെറ്റീഷൻ ഒക്കെ നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു വിർച്വൽ കമ്മ്യൂണിറ്റിയാണ്. വിർച്വൽ മോഡലിൽ നമ്മൾ എന്താണ് നമ്മളെ കൺസേൺസ് റേസ് ചെയ്യുക, ഗവൺമെന്റിനെ ക്രിട്ടിക് ചെയ്യുക, അതിന്റെ ഡിസിഷൻ മേക്കിംഗിൽ ഇൻവോൾവ് ആവുക. അതാണ് ഈ മൊബിലൈസേഷൻ ആൻഡ് ലോബിങ് മോഡൽ അല്ലെങ്കിൽ ഈ അഡ്വക്കേസി മൊബിലൈസേഷൻ ആൻഡ് ലോബിങ് മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ദ ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ. ഇന്ററാക്റ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ഇന്ററാക്ഷൻ, ടു വേ കമ്മ്യൂണിക്കേഷൻ, ടു വേ പ്രോസസ് ആണ്. ഗവൺമെന്റ് ബിക്കം ഡയറക്ട്ലി അവൈലബിൾ ടു സിറ്റിസൺ, ഇന്ററാക്റ്റീവ് ഗവൺമെന്റ് ടു കൺസ്യൂമർ ടു ഗവൺമെന്റ്, അതായത് G2C to G. നേരത്തെ ആദ്യം പറഞ്ഞ പോലെ പല ഇന്ററാക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് സിറ്റിസൺസിന് അവൈലബിൾ ആവുകയാണ്. അതായത് നേരത്തെ പറഞ്ഞ അതേ ഐഡിയ തന്നെയാണ്. നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആധാറിന്റെ കാര്യങ്ങളോ തന്നെ പറയാണ്, അക്ഷയ സെന്ററുകളോ, അതൊക്കെ തന്നെ ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അവൈലബിലിറ്റിയാണ് സിറ്റിസണിന് വേണ്ടി, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ട് സിറ്റിസൺ ടു ഗവൺമെന്റ് ഇന്ററാക്ഷനും ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞപ്പം ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ എന്ന് പറയുമ്പോൾ വൺ വേ ആണ്, ഇങ്ങോട്ട് മാത്രം ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കുവാണ്. ഇവിടെ ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. ഗവൺമെന്റ് എലക്ഷൻ, പീപ്പിൾസ് ഫീഡ്ബാക്ക് ടു ദ ഗവൺമെന്റ് ആഫ്റ്റർ മോണിറ്ററിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദം. ഗവൺമെന്റ് എലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫീഡ്ബാക്ക് ആണ്, നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഗവൺമെന്റിന് നേരെ. അതായത് ഇത്രയും കാലത്തെ അവരുടെ ആക്ടിവിറ്റീസ് നമ്മൾ മോണിറ്റർ ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ ഇലക്ഷനും വോട്ട് ചെയ്യും. അപ്പൊ നമ്മൾ അവിടെ ഒരു സ്ട്രോങ് എൻറ്റിറ്റി ആയിട്ട് മാറുകയാണ്. നമ്മളും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് ഏർപ്പെടുകയാണ്. നമ്മുടെയും ഒരു ഡയറക്റ്റ് അല്ലെങ്കിൽ കൂടി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ട്. അതാണ് ഈ ടു വേ ഇന്ററാക്ഷൻ അഥവാ ഇന്ററാക്റ്റീവ് സർവീസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത നമ്മുടെ സിഗ്നിഫിക്കൻസ് ഓഫ് ഇ ഗവർണൻസ് ആണ്. അതായത് ഈ ഗവർണൻസ് വന്നതിന് ശേഷം ICTന്റെ അപ്ലിക്കേഷന് ശേഷം വളരെ വളരെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലായാലും അതുപോലെ തന്നെ സർവീസ് ഡെലിവറിന്റെ മേഖലയിലായാലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെന്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ ഓട്ടോമേഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സസ്. എല്ലാം ഓട്ടോമേറ്റഡ് ആയി, മിനിമൽ ഹ്യൂമൻ ഇന്റർവെൻഷൻ ആണ്. അതുപോലെ അത് മിനിമൽ ഹ്യൂമൻ ഇന്റർവെൻഷൻ ആയതുകൊണ്ട് തന്നെ ഹയർ എഫിഷ്യൻസി അവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇതിന്റെ മുന്നത്തെ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ TPS, അതുപോലെ തന്നെ MIS എന്നൊക്കെ പറഞ്ഞിട്ട് DSS സപ്പോർട്ട് സിസ്റ്റം, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കിയോസ്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഫർമേഷൻ കിയോസ്ക്. അതൊക്കെ ഒരു ഉദാഹരണമാണ് കൂടുതൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ. ഈ ദുബായിലൊക്കെ നമ്മൾ നമ്മുടെ ലൈസൻസ് റിന്യൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കിയോസ്കിന്റെ അടുത്ത് പോയിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ട് ആദ്യമുള്ള നമ്മളെ കാർഡ് അതിൽ ഇട്ട് കൊടുത്താൽ ഒരു വിത്തിൻ 100 സെക്കൻഡ്സ് അല്ലെങ്കിൽ 2 മിനിറ്റിന് താഴെ പുതിയൊരു കാർഡ് നമുക്ക് പ്രിന്റ് ചെയ്ത് തരും. അത് അത്രയും എഫിഷ്യന്റ് ആണത്. അതുപോലെ തന്നെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. അവിടെ പേപ്പർ വർക്കോ കാര്യങ്ങളൊന്നും ഇല്ല, പ്രൊസീജിയേഴ്സ് സിമ്പിൾ ആണ്, പെട്ടെന്ന് നടക്കുമല്ല. അതാണ് ഓട്ടോമേഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ നോക്കാം, പേപ്പർ വർക്ക് റിഡക്ഷൻ. ഈ ഓട്ടോമേഷൻ ആയി കഴിഞ്ഞാൽ സ്വതവേ എന്താവും, പേപ്പർ വർക്കൊക്കെ കുറയും. ഇറ്റ് എമർജൻസ് ഓഫ് ലെസ് പേപ്പർ ഓഫീസ്. പേപ്പർ വളരെ കുറച്ചായിരിക്കും. ഡോക്യുമെന്റേഷൻ ആയാലും റിപ്പോർട്ട് പ്രിപ്പറേഷൻ ആയാലും എല്ലാ ഡാറ്റകളും നമ്മൾ ICTയിലായിരിക്കും സൂക്ഷിച്ചു വെക്കുക. അപ്പം ഓട്ടോമേറ്റഡ് ആവും, അതുപോലെ തന്നെ പേപ്പർ വർക്ക്സ് കുറയും. ഇനി അടുത്തെന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് സർവീസിന്റെ ക്വാളിറ്റി നല്ല രീതിക്ക് കൂടും. ഇത് ആദ്യം ഈ പേപ്പർ വർക്ക്സ് ഒക്കെ ആകുന്ന സമയത്ത് ഭയങ്കര റിജിഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഒരു ദിവസം കുറെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും സെർവ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഒരു ടൈമിന്റെ റെസ്ട്രിക്ഷൻ അവിടെ ഉണ്ടാവും. ഇപ്പം ഈ ICT വന്നതിന് ശേഷം പെട്ടെന്ന് റെസ്പോൺസീവ് ആണ്, നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റും. ഇപ്പം ഈ ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ കഫേ പോയിട്ട് അപ്ലൈ ചെയ്തിട്ട് വിത്തിൻ 3 to 4 ഡേയ്സിനുള്ളിൽ നമുക്ക് റിട്ടേൺ ആയിട്ട് സാധനം വന്നിരിക്കും.
പിന്നെ നോ ഡിലേസ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നമ്മൾ അവിടെ പോവുകയും വേണ്ട, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും ലാഭിക്കാം. പിന്നെ ഗ്രേറ്റ് കൺവീനിയൻസ് ആണ്, അവിടെ പോകണ്ട, വീട്ടിലിരുന്നിട്ടോ അടുത്തുള്ള കഫേ പോയിട്ടോ ഒക്കെ ചെയ്യാം. അപ്പം ക്വാളിറ്റി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് അവിടെ. പിന്നെ ഗ്രീവൻസ് റിഡ്രസൽ സിസ്റ്റം, അതായത് വെബ്സൈറ്റ്സിലൊക്കെ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും പരാതികളോ അല്ലെങ്കിൽ എന്തോ സഹായങ്ങളോ ഒക്കെ വേണമെങ്കിൽ അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലാതെ ഡയറക്റ്റ് ആയി ഓഫീസിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇലക്ട്രോണിക് എന്താണ് ഈ ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ക്വയറി, അപ്പൊ നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ എന്തോ ക്വയറീസ് ഉണ്ടാവില്ലേ, ഷിപ്മെന്റിന്റെ എന്തോ പ്രശ്നം ഉണ്ടാവും, നമ്മൾ അങ്ങോട്ട് ചാറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നം റിസോൾവ് ചെയ്തു തരുള്ളൂ. അതാണ് ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ എലിമിനേഷൻ ഓഫ് ഹയറാർക്കി. അതാണ് ഭയങ്കരമായിട്ടുള്ളൊരു ടൈം കൺസ്യൂം ആയ, ഇതിന്റെ മുന്നത്തെ അഡ്മിനിസ്ട്രേഷൻ ടൈം കൺസ്യൂമിങ് ആണുള്ള കാരണം ഹൈറാർക്കിയാണ്. ടോപ്പിൽ ഒരാളുണ്ടാവും, അതിന്റെ താഴെ ഒരാള്, അതിന്റെ താഴെ ഒരാൾ, അങ്ങനെ ഫസ്റ്റ് നമ്മൾ അവിടുത്തെ സ്റ്റാഫിന് കൊടുത്ത ക്ലർക്കിന് കൊടുക്കുന്നു, അതിന്റെ അടുത്ത ബോസിന് കൊടുക്കുന്നു, അങ്ങനത്തെ കുറെ ഒരു ഹൈറാർക്കി അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഡിലേ ആവും, റിഡ്യൂസ്ഡ് പ്രൊസീജിയർ ഡിലേ, അതായത് പ്രൊസീജിയർ ഭയങ്കര ആയതുകൊണ്ട് അവിടെ ഒരു ഡിലേ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് ഇൻട്രാനെറ്റ് ആൻഡ് ലാൻഡ് ഫോർ ഈസി കമ്മ്യൂണിക്കേഷൻ. ഇൻട്രാനെറ്റ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് പഠിച്ചിട്ടുണ്ടായി, അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്കാണ്. ഈ എംപ്ലോയീസിന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്ക് ആണ്, അത് സാറ്റലൈറ്റ് ബേസ്ഡ് നെറ്റ്വർക്ക് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഹൈറാർക്കിനെ എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇൻവിസിബിളി അവിടെ ഒരു ഹൈറാർക്കി ഉണ്ടെങ്കിൽ കൂടി നമുക്ക് വിസിബിൾ ആയിട്ട് ഒരു ഹൈറാർക്കി അവിടെ കാണാൻ പറ്റത്തില്ല. അപ്പം എല്ലാം പെട്ടെന്ന് നടക്കും. ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. പിന്നെ വരുന്നത് ചേഞ്ച് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചർ മെയിൻ ആയിട്ട് മാറി. പണ്ടത്തെ കൾച്ചർ അല്ല ഇപ്പൊ വരുന്നത്. പണ്ടത്തെ അഡ്മിനിസ്ട്രേഷൻ നേരത്തെ പറഞ്ഞ പോലെ പേപ്പർ വർക്കും ഹൈറാർക്കി ഒക്കെ ഉള്ള ഒരു കൾച്ചർ ആയിരുന്നു. പിന്നെ ബ്യൂറോക്രാറ്റിക് പാത്തോളജി ഹാവ് ബീൻ റിമൂവ്ഡ്. ബ്യൂറോക്രാറ്റിക് പാത്തോളജീസ് എന്ന് പറയുമ്പോൾ ലൈക്ക് റെഡ് ടാപ്പിസം, കറപ്ഷൻ, അതൊക്കെ കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം പണ്ടത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണ്ടത്തെ കാരാകുമ്പോൾ അവിടെ ഡിലേ വരുന്ന സമയത്ത് നമ്മൾ ബ്രൈബറി കൊടുക്കും, കൈക്കൂലി കൊടുത്തിട്ട്, അപ്പൊ അവിടെ കറപ്ഷൻ ഉണ്ടാവും. ഈ ബ്യൂറോക്രാറ്റിക് പാത്തോളജി എന്ന് പറയുന്നത് ഒരു ടേമാണ് ഈ കറപ്ഷൻ ഒക്കെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം അതിനെ കുറയ്ക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് ഈ ഗവർണൻസ് ഇനീഷ്യേറ്റീവിലൂടെ അതിനെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വാല്യൂസ് ഓഫ് അക്കൗണ്ടബിലിറ്റി, ഓപ്പൺനെസ്, ഇന്റഗ്രിറ്റി, ഫെയർനെസ്, ഇക്വിറ്റി, റെസ്പോൺസിബിലിറ്റി, ജസ്റ്റിസ്, ഇതൊക്കെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചറിന് ഇതൊക്കെ വരുന്നുണ്ട്. അതായത് കുറച്ച് വാല്യൂസ് ആണ്. റെസ്പോൺസിബിലിറ്റി, അതായത് ഉത്തരവാദിത്വം ഉണ്ട്, അതുപോലെ തന്നെ കുറച്ചുകൂടി സുതാര്യത ആണ്, പിന്നെ കുറച്ചുകൂടി ഫെയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുന്നുണ്ട്, എല്ലാവർക്കും ഒരുപോലെ ഈ ബ്രൈബറി ഒന്നും വാങ്ങാതെ നല്ല രീതിക്ക് നടന്നു പോകുന്നുണ്ട്. അതാണ് പേപ്പർ കാലഘട്ടത്തിലുള്ള അഡ്മിനിസ്ട്രേഷനും ഇലക്ട്രോണിക് അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ്. അതും നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായി. ഇനി അടുത്തത്, ആദ്യം പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെന്റ് എന്തൊക്കെയാണെന്ന് മാറ്റങ്ങൾ, പിന്നെ എഫക്റ്റീവ് സർവീസ് ഡെലിവറിയിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്. അതായത് ട്രാൻസ്പെറൻസി, ഭയങ്കരമായിട്ട് ട്രാൻസ്പെറൻസി ഉണ്ട്. ഈസി ആക്സസ് ടു ഡോക്യുമെന്റ്സ് മെയ്ഡ് ഗവൺമെന്റ് അക്കൗണ്ടബിൾ ടു പബ്ലിക്. അതായത് ട്രാൻസ്പെറന്റ് ആണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് പബ്ലിക്കലി ഇത് എന്താണ് വെബ്സൈറ്റിൽ ഇടുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യവും നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്, അതായത് സർവീസ് ഡെലിവറിയിൽ ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്. എന്തെങ്കിലും ഇപ്പം സ്കോളർഷിപ്പിനൊക്കെ അർഹരായ ആൾക്കാരുടെ പേരൊക്കെ നമ്മൾ അടിച്ചിടുമല്ലോ, ഒരു ലിസ്റ്റ് ഒക്കെ ഇറക്കും. എന്തെങ്കിലും സ്കോളർഷിപ്പ് ഈ NSPയിലൊക്കെ അപ്ലൈ ചെയ്ത പോലെ മെയിൻ ആയിട്ടുള്ള വലിയ വലിയ സ്കോളർഷിപ്പുകളൊക്കെ ആണെങ്കിൽ അതിൽ സെലക്ട് ആയ കുട്ടികളുടെ പേര് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ടാവും. അപ്പൊ അതൊരു ട്രാൻസ്പെറൻസിയാണ്, സർവീസ് ഡെലിവറിയിൽ ട്രാൻസ്പെറൻസിയാണ്. എന്തെങ്കിലും ഒരു പെരുമാറി നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എക്കണോമിക് ഡെവലപ്മെന്റ്, ICT റിഡ്യൂസസ് ദ ട്രാൻസാക്ഷൻ കോസ്റ്റ് വിച്ച് മേക്ക് സർവീസ് ചീപ്പർ. അതായത് ICT ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറച്ചുകൂടി കുറയ്ക്കും. നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം അപ്ലൈ ചെയ്യണമെങ്കിൽ ഭയങ്കരമായിട്ട് അവിടെ പോകണം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂട്ടാൻ കാരണമാവും. എവിടെയെങ്കിലും ദൂരെയുള്ള സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ തന്നെ അപ്പം അത് ചീപ്പർ ആക്കാൻ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ റൂറൽ ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ഈ എല്ലാ കാര്യത്തിനെ പറ്റിയും അവർക്ക് വലിയ ധാരണകളൊന്നും ഉണ്ടാവില്ല. ഈ വില്ലേജസ് അധികം റിമോട്ട് ഏരിയാസിലൊക്കെ താമസിക്കുന്നത്. അപ്പൊ ഈ ICT എന്തെങ്കിലും ഒരു നെറ്റ്വർക്ക്, ചെറിയൊരു നെറ്റ്വർക്ക്, അത് ഫോൺ ആക്സസ് മാത്രം കിട്ടിയാലും മതിയല്ലോ. അപ്പൊ അവിടെ എന്താണ് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കും. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഫോണിൽ കൂടെ ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുമ്പോൾ അവർക്ക് വെതർ അപ്ഡേറ്റ്സ് കിട്ടുമ്പം അഗ്രികൾച്ചറിന് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും റൂറൽ ഉണ്ടാകും. അപ്പം അവർക്ക് എന്താണ് അവിടെ കൂടുതലായുള്ള മഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ എങ്ങനെ സ്കിൽഫുള്ളി കൃഷി മുന്നോട്ട് കൊണ്ടുപോകാം,
അങ്ങനത്തെ ടിപ്സുകളൊക്കെ ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ മാർക്കറ്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത്, വിലക്കയറ്റം, വില ഇടിവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പം അവിടെ ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവും റൂറൽ ഏരിയാസിൽ. പിന്നെ സോഷ്യൽ ഡെവലപ്മെന്റ്, ഓഫ് കോഴ്സ് നമുക്ക് അറിവുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് നമ്മളൊരു ഇൻഫോംഡ് സിറ്റിസണറി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അറിവ് കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ വോയിസ് നമ്മുടെ ശബ്ദം ഉയർത്തും. അതായത് നമ്മുടെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നമ്മളത് ഉയർത്തിപ്പിടിച്ച് കാണിക്കും. അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കൂടുതലായിട്ട് ഗവൺമെന്റൽ ആസ്പെക്ട്സിലേക്ക് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടി പോരാടും. അതാണ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രാറ്റജിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടി എളുപ്പമാവും. ഇൻഫർമേഷൻ നമ്മൾക്ക് എല്ലാത്തിനെ പറ്റി ഇൻഫർമേഷൻ കിട്ടുമ്പോൾ, ഈ ബിസിനസ് മേഖലയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇൻഫർമേഷൻ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ പറ്റി നമ്മൾ പറയുന്ന പോലെ ഈ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, അപ്പോൾ എല്ലാത്തിനും ഇൻഫർമേഷൻ ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പം ബിസിനസ് ഉണ്ടാകുമ്പോൾ നമുക്കൊരു കോമ്പറ്റീറ്ററും ഉണ്ടാവും. അപ്പം അവരോടൊക്കെ പിടിച്ചു നിൽക്കണം, നമുക്ക് കൂടുതലായിട്ട് ഇൻഫർമേഷൻ കിട്ടണം. ഈ മാനേജ്മെന്റിന് ഇൻഫർമേഷൻ കൂടുതലായിട്ട് കൊടുത്താൽ മാത്രമേ അവർക്ക് അവിടെ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ എക്വിപ്ഡ് ആയിട്ടുള്ള വെൽ ഡിസിഷൻ അവിടെ മെയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് സ്ട്രാറ്റജിക് ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് ഈ യൂണിറ്റിലെ ലാസ്റ്റ് സെക്ഷൻ ആണ്. നമുക്ക് നോക്കാം. എനേബിളിംഗ് എ കോമ്പാറ്റിബിൾ എൻവയോൺമെന്റ് ഫോർ ഇ ഗവർണൻസ് ഇംപ്ലിമെന്റേഷൻ ഇൻ പബ്ലിക് ഓർഗനൈസേഷൻ. അതായത് ഏതൊരു കാര്യമായാലും ഇ ഗവർണൻസ് ആവണമെന്നല്ല, വേറെ എന്തെങ്കിലും ഒരു കാര്യമായാലും അവിടെ അതിന് പറ്റിയൊരു എൻവയോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഒരു സപ്പോർട്ട് സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു ഇ ഗവർണൻസ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ബിസിനസ് ആയിക്കോട്ടെ, അത് നല്ല രീതിക്ക് നടന്നു പോകത്തുള്ളൂ. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് ARC സെർട്ടൻ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ARC എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ ആണ്. ഫസ്റ്റ് ARC ഉണ്ട്, സെക്കൻഡ് ARC ഉണ്ട്. ഫസ്റ്റ് ARC എനിക്ക് തോന്നുന്നു 1966 ഫോം ചെയ്തത്. പിന്നെ സെക്കൻഡ് ARC വാസ് ഫോംഡ് ഇൻ 2005. അപ്പം ഈ ARC എന്താന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിനെപ്പറ്റി കുറച്ച് ഇൻഫർമേഷൻ ഗേദർ ചെയ്യാൻ നോക്കുക. നല്ല മുന്നോട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ARCയുടെ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വളരെ ചോദിക്കാറുണ്ട്. റെക്കമെൻഡേഷൻസും അതിന്റെ ചെയർമാൻസും ഒക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, സർട്ടൻ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് എന്താ നമുക്ക് നോക്കാം. ബിൽഡിംഗ് എ കൊജീനിയൽ എൻവയോൺമെന്റ്, അതായത് ഒരു എക്കോസിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഏത് കാര്യത്തിനായാലും അത് അവിടെ വളരണമെങ്കിൽ അവിടെ ഒരു നെർച്ചറിങ് സിസ്റ്റം വേണം. നമ്മളൊരു ചെടി വളർത്തണമെങ്കിൽ അതിന് വേണ്ട രീതിക്കുള്ള സൺലൈറ്റും വെള്ളമൊക്കെ കൊടുക്കണം. അപ്പം ഈ ഗവർണൻസ് വളർത്തണമെങ്കിൽ തന്നെ അവിടെ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ ഈ ഇൻസെന്റീവ്സ് കൊടുക്കണം. ഈ പൊളിറ്റിക്കൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഈ കമ്പ്യൂട്ടർ വന്ന സമയത്തും അതുപോലെ തന്നെ ATM കാർഡൊക്കെ വന്ന സമയത്ത് കേരളത്തിൽ തന്നെ കുറച്ച് പ്രബുദ്ധരായ ആളുകളുള്ള പാർട്ടികൾ ഇതിനെ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു പ്രതികൂല സാഹചര്യമാണ് ഉണ്ടാവുന്നത്. പ്രതികൂല സാഹചര്യം അല്ല നമുക്ക് വേണ്ടത്. നമുക്കൊരു സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഗവർണൻസ് നല്ല രീതിക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് നമുക്ക് ഇവിടെ നോക്കാം. ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്. അതായത് നമുക്ക് പഴയ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ആകുമ്പോൾ പല പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, പല റിജിഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള റൂൾസിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും. അപ്പം അതൊന്ന് റീസ്ട്രക്ചർ ചെയ്യുക. ഈ ഇ ഗവർണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ്? സിമ്പിൾ ആൻഡ് ആക്സസിബിൾ ആയിട്ട് നമുക്ക് എല്ലാ സാധനവും കിട്ടുമെന്നാണല്ലോ. അപ്പം എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് അവിടുന്ന് ഒഴിവാക്കുക. അതാണ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, ബിസിനസ് പ്രോസസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൽ നിന്നൊക്കെ കോംപ്ലക്സിറ്റീസ് മാക്സിമം ഒഴിവാക്കിയിട്ട് സിമ്പിൾ ആയിട്ട് റീ എഞ്ചിനീയറിംഗ് ചെയ്യാം. അതാണ് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം, കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ക്രിയേറ്റിംഗ് അവയർനെസ്. അതായത് കപ്പാസിറ്റി ബിൽഡിംഗ് ഫോർ ഇ ഗവർണൻസ് പ്രോജക്ട്സ് റിക്വയർസ് ഓർഗനൈസേഷണൽ ആൻഡ് പ്രൊഫഷണൽ അപ്ഗ്രഡേഷൻ. അതായത് ഈ ബ്യൂറോക്രാറ്റ്സ് അല്ലെങ്കിൽ ഓഫീസേഴ്സ്, ഗവൺമെന്റ് എംപ്ലോയേഴ്സ്, അവർക്കൊക്കെ അറിവ് കൊടുക്കണം. ICTനെ പറ്റിയുള്ള അറിവ് കൊടുക്കണം. അവർ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ജനങ്ങളെ സേവിക്കാൻ പറ്റത്തുള്ളൂ. അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണം.
ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇതൊക്കെയാണ് കപ്പാസിറ്റി ബിൽഡിങ്ങും അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഒന്ന് നോക്കാം, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇ ഗവർണൻസ് പ്രൊജക്ട് ആൻഡ് പ്രയോറിറ്റൈസേഷൻ. അതായത് യൂണിയൻ ഗവൺമെന്റ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, ജനങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് പുതിയ പുതിയ ഇനീഷ്യേറ്റീവ് കൊണ്ടുവരണം. അതായത് ഇ ഗവർണൻസ് പ്രൊജക്ട്സ് കൊണ്ടുവരണം. ഈ ഡിജിറ്റൽ ഇന്ത്യ, നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽസ്, ഇതൊക്കെ ഇനീഷ്യേറ്റീവ്സ് ആണ്. അതുപോലത്തെ സിറ്റിസൺസിന്റെ ആവശ്യപ്രകാരമുള്ള, അവർക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള പുതിയ പ്രൊജക്ട്സ് കൊണ്ടുവരിക, അതിന് മുൻതൂക്കം കൊടുക്കുക. അതാണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇംപ്ലിമെന്റേഷൻ. ഇതൊക്കെ പഠിച്ചു വന്നു കഴിഞ്ഞാൽ, ഒരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതായത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം? സയന്റിഫിക് സെൻസിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. വേറെ ഒരു പ്രശ്നം ഇല്ലാത്ത രീതിയിൽ പഠിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ചു കൊണ്ടിട്ട് വേണം ഇംപ്ലിമെന്റ് ചെയ്യാൻ. എല്ലാ കോമ്പോണന്റും പഠിക്കണം. എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഏത് പ്രൊജക്റ്റ് ആണോ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതിന്റെ എല്ലാ കോർണറും നമ്മൾ പഠിച്ചിട്ട് മാത്രം ഇംപ്ലിമെന്റ് ചെയ്യുക. ഒരു സയന്റിഫിക് സ്റ്റഡി ആവശ്യമാണ്. അങ്ങനെ ഇംപ്ലിമെന്റേഷൻ നടത്തണം ഈ ഒരു എല്ലാ പ്രൊജക്ട്സും. ഈ ഇംപ്ലിമെന്റേഷൻ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതാണ് മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അത് ഏതൊരു കാര്യത്തിലായാലും മോണിറ്ററിങ്ങും ഇവാലുവേഷനും അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവം. കാരണം നമുക്ക് നമ്മളെ പ്രോഗ്രസ് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്തോ പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മോണിറ്റർ ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അതാണ് ഈ പ്രൊജക്ട്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, അത് നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണമെങ്കിൽ, അതിന്റെ ഫങ്ഷനാലിറ്റി എങ്ങനെയാണ്, നല്ലോണം പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കണമെങ്കിൽ മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ അവിടെ കൂടിയേ പറ്റത്തുള്ളൂ. അപ്പം ഇതാണ് ഒരു ജിസ്റ്റ് എന്ന് പറയുന്നത്, ഒരു ഓവർവ്യൂ. ഗവർണൻസ് എന്താണ്, ഗവർണൻസിന്റെ മോഡൽസ് എന്താണ് നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെന്റ്, സർവീസ് ഡെലിവറി സിസ്റ്റം എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. ഇ ഗവർണൻസ് എന്താണെന്ന് മനസ്സിലായി, ഗവൺമെന്റ് എന്താണെന്നും ഈ ഗവർണൻസ് എന്താണെന്നുള്ള ഡിസ്റ്റിങ്ഷൻ മനസ്സിലായി. ഇതൊരു ചെറിയ ക്ലാസ് ആണ്, ജസ്റ്റ് ഫോർ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.